ഹായ്, റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങൾ ആരെയൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങൾ ആരെയൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫെയിലിയർ ആയാലും നിങ്ങളുടെ സക്സസ് ആയാലും അതിൻ്റെ എല്ലാം താക്കോൽ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? അതൊരു താക്കോൽ, അത് ഡ്രൈവ് ചെയ്യുന്ന ആരായിട്ടാണ്? നിങ്ങളുടെ ഫെയിലിയർ ആണെങ്കിലും നിങ്ങളുടെ സക്സസ് ആണെങ്കിലും ഇതെല്ലാം ആരുടെ കയ്യിലാണ് അതിൻ്റെ താക്കോൽ എന്നൊന്ന് ഊഹിക്കാൻ പറ്റുമോ? അതെ, ഇന്നത്തെ ഒരു വിഷയം ഞാൻ എന്നെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ബേസിക്കലി എൻ്റെ കുറച്ച് ഇഷ്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് പ്രോബ്ലംസിലൂടെയാണ് ഡേ ടു ഡേ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാവുന്നു, ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവുന്നു, ഒരുപാട് ഫെയിലിയർ ഉണ്ടാവുന്നു. ഓരോ ദിവസവും നമുക്ക് സങ്കടപ്പെടേണ്ടതും സന്തോഷിക്കേണ്ടതുമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും നമ്മുടെ സക്സസിന്റെ കാരണം നമ്മളാണെന്ന്, അല്ലേ? ഞാൻ ഇത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന കാര്യം സക്സസ് ആയത്, ഞാൻ ഇന്ന കാര്യം ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന കാര്യം സക്സസ് ആയത് നമ്മൾ പറയും. സക്സസിനകത്ത് നമ്മൾ ഞാനെന്ന് യൂസ് ചെയ്യും, അല്ലേ? എന്നിലൊരു ഞാനുണ്ട്. ആ ഞാൻ എന്ന വ്യക്തിയെ, ആ വ്യക്തിത്വത്തെ, അല്ലെങ്കിൽ ആ ഞാൻ എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എന്നെ ഞാൻ പറയും ഞാൻ മാത്രമാണ് ഇതിനെല്ലാം കാരണമെന്ന്, അല്ലേ? നമ്മുടെ ഫെയിലിയറിനോ? പക്ഷെ നമ്മുടെ ഫെയിലിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുണ്ട്. ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, ഈ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. കുറേ അധികം നാളുകൾക്ക് മുന്നേ അല്ല, ഈ അടുത്ത കാലം വരെയും ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ചില കാരണങ്ങൾ ഇപ്പോഴും അതെ. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഫെയിലിയറിന്റെയും സക്സസിന്റെയും കാരണക്കാരി, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സക്സസിന്റെ കാരണക്കാരി ഞാനാണെങ്കിൽ എൻ്റെ ഫെയിലിയറിന്റെ കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ വേറൊരാളാകുന്നത് എങ്ങനെയാണ്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചിന്തിക്കണം. കാരണം എന്താണ്? എന്നിലുള്ള ഞാൻ മാറണം, അല്ലേ? ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്നിലുള്ള ഞാൻ, ആ എന്നെ ഞാൻ തിരിച്ചറിയണം. എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട്. എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ സന്തോഷം, എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇന്ന പ്രശ്നം എൻ്റെ ലൈഫിൽ ഉണ്ടായത് ഇന്ന ഒരു വ്യക്തി കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നാ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. ഞാൻ കറക്റ്റായ റൂട്ടിലാണ് പോകുന്നത്, എൻ്റെ ചുറ്റിനുമുള്ള എല്ലാവരും പ്രശ്നക്കാരായതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു സമയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ശരിക്കും പറഞ്ഞ സത്യത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ ഉള്ളിലെ ഞാനാണ് പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. എപ്പോഴാണോ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അപ്പോൾ മുതൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മാറ്റങ്ങൾ അനിവാര്യമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ്. ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. ഈ സമയവും കടന്നു പോകും. ഓഷോ പറഞ്ഞിട്ടുള്ള പോലെ ഈ സമയവും കടന്നു പോകും. ഏത് സമയം നമ്മുടെ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും സന്തോഷത്തിന്റെയും ഒക്കെ സമയം കടന്നു പോയിട്ട് അടുത്ത ഒരു സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലൈഫിന്റെ എൻഡ് ഇതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡൻസ് വരുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ കരയുകയും സങ്കടപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ എന്ന് മുതൽ ശ്രമിക്കുന്നുവോ അന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ഫെയിലിയറിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ഹാപ്പിനെസിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ സക്സസിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. അത് എൻ്റെ സക്സസ് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതല്ല എങ്കിൽ എൻ്റെ ദുഃഖങ്ങളും മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതല്ല. അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതല്ല. ഇന്നിങ്ങനെ ഞാൻ പറയാനൊരു കാരണം ഉണ്ടായി. ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു, മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ടീം ലീഡറാണ്, ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. കാരണം ഇന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുകയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നോട് സംസാരിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ട്, നല്ല എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയുണ്ട്. പിന്നീട് ഫോണിൽ കൂടെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നല്ലേ? എനിക്കിപ്പോൾ മനസ്സിലാകുന്നു, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തീരുന്നില്ല. എൻ്റെ സക്സസിൻ്റെ ആണെങ്കിലും എൻ്റെ സങ്കടങ്ങളുടെ ആണെങ്കിലും എൻ്റെ ഫെയിലിയേഴ്സിൻ്റെ ആണെങ്കിലും ഒന്നും റെസ്പോൺസിബിലിറ്റീസ് തീരുന്നില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രയും നാൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം ആ ഒരു ഫോൺ കോൾ വരുന്നതിന് മുന്നേ എനിക്കത് മനസ്സിലായ കാര്യമാണ്. പക്ഷെ ആ ഫോൺ കോൾ എന്നെ ഒന്ന്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങളുടെ ഉത്തരവാദിത്തം മറ്റൊരാളെ ഏൽപ്പിച്ച് മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന വഴികളുടെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ഉള്ളവർക്ക് ഒരുപാട് സങ്കടങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. അങ്ങനെയുള്ളവർക്കാണ് ഒരുപാട് സങ്കടങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മറിച്ച് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ, എന്നാൽ വിശ്വസിക്കേണ്ടവരെ മാത്രം വിശ്വസിക്കുകയും എല്ലാത്തിനെയും ചെറിയ രീതിയിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തി ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായേക്കാം എന്നാൽ സ്നേഹബന്ധത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നെപ്പോലെയൊക്കെ ഒരു നേരെ പോകുന്നുള്ള ചിന്താഗതിയുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കുറച്ച് നാരോ മൈൻഡഡ് ആയിട്ട് ഒക്കെയുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത് ഈസിയാണ്. ആ ഒരു വഴി ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. എല്ലാത്തിനെയും ഒരു സംശയത്തിന്റെ ദൃഷ്ടിയെ നിർത്തിക്കൊണ്ട് സംസാരിക്കാനും പെരുമാറാനും, എന്നെ മറച്ചു വെച്ച് സംസാരിക്കാനും, എന്നെ മറച്ചു വെച്ച് അവരോട് സ്നേഹമാണെങ്കിലും കാണിക്കാനും ഒക്കെ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എനിക്കുള്ളിലുള്ള എന്നെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഞാനായിട്ടിരിക്കണം. കാരണം എന്താണ്, എനിക്ക് ഉള്ളിലൊരു വ്യക്തിത്വമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉള്ളിലൊരു ആളുണ്ട്. എൻ്റെ മൈൻഡിനെ ഞാൻ ഹാപ്പി ആയിട്ട് വെക്കണമെങ്കിൽ ഞാനായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ടതായിട്ടും എല്ലാവരെയും കണ്ണടച്ച് സ്നേഹിക്കേണ്ടതായിട്ടും അതിന്റെ ഫലമായിട്ട് ദുഃഖങ്ങളിലേക്ക് പോകേണ്ടതായിട്ടും ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പഠിക്കണം. എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പഠിക്കണം? നമ്മൾ വിശ്വസിക്കേണ്ടവരെ ആരെയാണോ അവരെ മാത്രം വിശ്വസിക്കുക. നമ്മുടെ സീക്രട്സ് ഒന്നും നമ്മൾ എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. കുറച്ചൊക്കെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആരോട് ഷെയർ ചെയ്യണം, ആരോട് ഷെയർ ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം ഈ വന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മെന്റാലിറ്റി, ഇങ്ങനെ ഒരു മൈൻഡിനെ സെറ്റാക്കി എടുക്കുന്നത് ആവശ്യമായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണക്കാരി ഞാൻ തന്നെയാണ്. കാരണം എന്താണ്, എൻ്റെ ചിന്താഗതികളിൽ അന്ന് അത്രയും മാറ്റങ്ങൾ വന്നിട്ടില്ലായിരുന്നു. ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ താക്കോൽ നമ്മുടെ മൈൻഡിന്റെ ആണെങ്കിൽ നമ്മുടെ മൈൻഡിന്റെയും നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ സക്സസിന്റെയും നമ്മുടെ ഫെയിലിയറിന്റെയും ഒന്നും താക്കോൽ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നയാള് കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നോ, ഇന്നയാളല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഒരാൾ നമ്മളെ ചതിക്കാൻ കാരണമാകുന്നുവെങ്കിൽ നമ്മളാണ് അതിന് വഴിയൊരുക്കിയത്, നമ്മളാണ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. നമ്മളെ ചതിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്നെ ചതിക്കാം എന്നുള്ള വഴി ഒരുക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ദുഃഖത്തിന് കാരണക്കാരി ആരാണ്, അല്ലെങ്കിൽ കാരണക്കാരൻ ആരാണ്? നമ്മൾ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരമായിട്ട് എന്നോട് തന്നെ ചോദിച്ചു, ഒരാളെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്, മറ്റൊരാളുടെ തെറ്റല്ല. ഞാൻ ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സിനോട് ഞാൻ നല്ല രീതിയിൽ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ നിന്നു, അത് എൻ്റെ തെറ്റല്ലേ, അത് മറ്റൊരാളുടെ തെറ്റല്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്യാം? നമ്മളെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൂടെയാണ് ഫെയിലിയർ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ സക്സസിന് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും വരും. ഞാൻ കൂടിയിട്ടാണ് നിനക്ക് ഈ സക്സസ് ഉണ്ടായത്, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക, അവരെ എതിർക്കാൻ പോകണ്ട. പക്ഷെ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞു പഠിപ്പിക്കുക, എൻ്റെ മൈൻഡ് ഓക്കെ ആയതുകൊണ്ടാണ് എനിക്ക് സക്സസിന് വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുകളെല്ലാം ഒരുങ്ങി വന്നത്. ഒരാളുടെയും കഴിവല്ല, ഒറ്റയ്ക്ക് സക്സസ് ആകാൻ സാധിക്കില്ല, ശരിയാണ്, ഒരുപാട് പേരുടെ ഹെൽപ്പ് വേണം അതിന്. പക്ഷേ നമ്മുടെ ഫെയിലിയറിന് ഉത്തരവാദി നമ്മളാണെങ്കിൽ പിന്നെ നമ്മുടെ സക്സസിന്റെ ഉത്തരവാദിത്തം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല, നമ്മളൊരു ക്രിയേറ്റിവിറ്റി ഇല്ല, നമ്മളൊരു യാതൊരു കഴിവും ഇല്ല എങ്കിൽ നമ്മുടെ സക്സസിന് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല. അപ്പൊ നമ്മളിൽ കുറേയധികം കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളെ ചുറ്റിനും എല്ലാവരും നിന്ന് സപ്പോർട്ട് ചെയ്യുകയും നമ്മളുടെ ആ കഴിവിൽ വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂടുകയും ഈ വ്യക്തിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് നാളെ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ചിന്ത വരുന്നത് അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത് വരില്ല. സോ എനിവേ, ഇന്നത്തെ വിഷയം വ്യക്തിപരമല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ വിജയത്തിന്റെ താക്കോൽ, നമ്മുടെ പരാജയത്തിന്റെ താക്കോൽ നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തി നമുക്ക് സക്സസ് ആകാൻ കഴിയുമെന്ന് നമ്മൾ സ്വയം നമ്മൾ മൈൻഡിനോട് ചോദിക്കുക. പുറത്തൊരാളോടും നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.
എനിക്ക് പോസിറ്റീവ് തിങ്കേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.